1991 എന്ന് പറയുന്ന വർഷം ജയറാം എന്ന് പറയുന്ന നടന് ഒരു വലിയൊരു ബ്രേക്ക് നൽകിയ ഒരു വർഷം തന്നെയായിരുന്നു. 90 എന്ന് പറയുന്ന ഒരു വർഷത്തെ കുറേ പരാജയങ്ങളിൽ നിന്നും 91-ലെത്തിയപ്പോൾ കുറച്ച് ഹിറ്റുകൾ ലഭിച്ചു. കടിഞ്ഞൂൽ കല്യാണം പോലത്തെ ചില സോളോ ഹിറ്റുകൾ, അതിലൂടെ രാജസേനൻ എന്ന് പറയുന്ന ഒരു സംവിധായകനായിട്ടുള്ളൊരു കൂട്ടുകെട്ട് അവിടെ നിന്നൊരു തുടക്കം കുറിച്ചു. അങ്ങനെ കുറേ സിനിമകളെ കുറിച്ചുള്ള കുറച്ച് കഥകൾ നമ്മൾ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ 1992 എന്ന് പറയുന്ന ഒരു വർഷം, ആ ഒരു വർഷത്തെ ജയറാം സിനിമകളുടെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസുകളും ജയറാം എന്ന് പറഞ്ഞ നടന്റെ ഒരു ഗ്രോത്ത് ഒക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 90-ലും 91-ലൊക്കെ ഏകദേശം ഒരു 10ഓളം സിനിമകളൊക്കെ ജയറാം ചെയ്തിരുന്നു. 92 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 92 എത്തിക്കഴിഞ്ഞപ്പോൾ സിനിമകളുടെ എണ്ണം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു നടൻ തുടക്കകാലത്തൊക്കെ നമുക്കിപ്പോൾ മമ്മൂക്ക, ലാലേട്ടനൊക്കെ വന്ന സമയത്തൊക്കെ അവരുടെ 85, 86 കാലഘട്ടങ്ങളൊക്കെ 32, 33 സിനിമകളൊക്കെ അവർ ചെയ്തിരുന്നു. പിന്നീട് 90-കൾ എത്തിക്കഴിഞ്ഞപ്പോൾ അത് എണ്ണം കുറഞ്ഞു 10-ൽ താഴെയായി, പിന്നീട് ഒരു 5 എണ്ണമായി. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവരുടെ താരമൂല്യം വളരുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ മാറാറുണ്ട്, സെലക്റ്റീവ് ആവാറുണ്ട്, സിനിമകളുടെ വലിപ്പം കൂടാറുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എന്തായാലും ജയറാം എന്ന് പറഞ്ഞ നടന് 92 എന്ന് പറയുന്ന ഒരു വർഷം ഏകദേശം 7ഓളം സിനിമകളാണ്. അതിൽ ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് ഊട്ടിപ്പട്ടണം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതും ഒരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്. അതിൽ ജയറാമിനെ ഒരു ഹീറോ എന്ന് പറയാം. ഈക്വൽ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് തന്നെ ജയറാമിൻ്റെ ഒരു സുഹൃത്തുക്കളായിട്ട് അതിൽ സിദ്ദിഖും ജഗദീഷ് ശ്രീകുമാറുമാണ്. നല്ല രസകരമായിട്ടുള്ള ഒരു ഹ്യൂമർ സിനിമയായിരുന്നു. അതിൽ ഹരിദാസാണ് സംവിധായകൻ. നമ്മുടെ ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടിയൊക്കെ ചെയ്തിട്ടുള്ള ഹരിദാസ് കേശവനാണ്, കോഴിക്കോടുകാരൻ ഹരിദാസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജയറാമിനെ വെച്ച് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നായികയായിട്ട് ഈശ്വരി റാവു ആണ്. പിന്നീട് ഇപ്പോൾ അമ്മവേഷമൊക്കെ ആയിട്ട് നമ്മൾ പല സിനിമകളും, രജനീകാന്തിൻ്റെ സിനിമകളും മഹേഷ് ബാബുവിൻ്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ രാജനി കിരിയത്ത്, വിനു കിരിയത്ത്, പിന്നെ ജയറാമിനെ വെച്ച് ഒരുപാട് ഹിറ്റുകൾ കൊടുത്തിട്ടുള്ളതാണ്. അവരായിരുന്നു എൻ്റെ തിരക്കഥ എഴുതിയത്. ആ സിനിമ അത്യാവശ്യം ഒരു വിജയിച്ച ഒരു സിനിമയായിരുന്നു. ഞാൻ പറഞ്ഞ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ എന്നല്ല, പക്ഷെ തിരക്കടില്ലാത്ത ഒരു വിജയം നേടിയ ഒരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ മൈ ഡിയർ മുത്തശ്ശൻ എന്ന് പറയുന്ന സിനിമ സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമയാണ്. അത് ശ്രീനിവാസൻ തന്നെയാണ് എൻ്റെ രചന. അതിൽ ശരിക്കും ജയറാം ഒരു നായകനല്ല, അത് ശരിക്കും തിലകനുമല്ല, ശരിക്കും കുട്ടികളാണ്. സിനിമ കണ്ടവർക്ക് അറിയാം. അതിൽ അഞ്ജലി എന്ന് പറയുന്ന തമിഴ് മണിരത്നത്തിൻ്റെ സിനിമയിലൊക്കെ ബാലതാരമായിട്ട് വന്ന് പിന്നീട് നായകനൊക്കെ ആയിട്ട് അഭിനയിച്ച തരുൺ എന്നാണ് നടൻ്റെ പേര്, മാസ്റ്റർ തരുൺ. കുറേ പേര് അതിൽ കുട്ടികളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കുട്ടികളുടെ ഒരു കഥയാണത്. അവരുടെ ഒരു മുത്തശ്ശനെ അന്വേഷിച്ച് പോകുന്ന, ഒരു മുത്തശ്ശനെ വാടകയ്ക്ക് എടുക്കുന്നൊക്കെയാണ്. അതിൽ മുത്തശ്ശനായിട്ടാണ് ഈ പറഞ്ഞ തിലകൻ്റെ കഥാപാത്രം, ശക്തമായിട്ടുള്ള കഥാപാത്രമാണ്. കൂടെ അതിൽ ശ്രീനിവാസനുണ്ട്, ജനാർദ്ദനുണ്ട്, ഇന്നസെൻ്റ് ഉണ്ട്, കെ പി ലളിതുണ്ട്, ജയറാം, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സിന്. ശരിക്കും ഉർവശിയൊക്കെ അതിലൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. പക്ഷേ ഉർവശിക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നത്, വളരെ കുറച്ച് സീൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സിനിമ അന്ന് തിയേറ്ററിൽ അങ്ങനെ വലിയൊരു വിജയമല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 92 ആ ഒരു സമ്മർ വെക്കേഷൻ സമയത്താണ് തോന്നുന്നു ആ ഒരു സിനിമ റിലീസായത്. പക്ഷേ സത്യനന്ദിക്കാടിൻ്റെ അതിന് തൊട്ട് മുമ്പത്തെ വർഷമാണ് 90-ൽ തലയണ മന്ത്രമാണ്. അതിന് മുമ്പ് സത്യനന്ദിക്കാട് വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ. തലയണ മന്ത്രം കഴിഞ്ഞ് നമ്മൾ 91-നെ കുറിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ സന്ദേശം സിനിമയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. സന്ദേശം ഒന്നും അങ്ങനെ വലിയ വിജയമല്ല, കനൽക്കാറ്റ് വലിയ വിജയമല്ല. അതുപോലെ തന്നെ ഒരു ആവറേജിൽ ഒതുങ്ങിപ്പോയ ഒരു സിനിമയായിരുന്നു മൈ ഡിയർ മുത്തശ്ശൻ. പക്ഷെ നല്ല രസമുള്ള സിനിമയാണ്. ഇന്നും യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ നല്ല നല്ല ചിരിക്കാൻ ഒരുപാടുണ്ട് ആ ഒരു സിനിമയിൽ. പിന്നെ അദ്വൈതം, എനിക്ക് തോന്നുന്നു പ്രിയദർശൻ്റെ ആകെക്കൂടിയുള്ളൊരു സിനിമ ജയറാം ചെയ്തത് അദ്വൈതമാണ്. അതിൽ മോഹൻലാലാണ് നായകനെ പോലും ഒരു നല്ലൊരു ക്യാരക്ടറാണ്, സെക്കൻഡ് ഹീറോ എന്ന് പറയാം. അതിൽ ജയറാമിൻ്റെ ഒരു നായികയുണ്ട്. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക, പ്രേക്ഷകർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു ക്യാരക്ടറാണ് ജയറാമിന് അമ്പലപ്പുഴ എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണനോട് നീ എന്നുള്ള നല്ലൊരു സോങ് കിട്ടിയിട്ടുണ്ട്. ജയറാമിന് എന്തുകൊണ്ടും നല്ലൊരു സിനിമ തന്നെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്വൈതവും അങ്ങനെ വലിയൊരു വിജയമല്ല. 92 ഓണത്തിന് ഇറങ്ങിയ സിനിമയാണ്. അതിൽ യോദ്ധയും അദ്വൈതമാണ് ശരിക്കും ഇത് മോഹൻലാൽ സിനിമയായിട്ട് ഇറങ്ങിയത്. പക്ഷെ വിജയിച്ച സിനിമ ഓണം വിന്നർ പപ്പയുടെ സ്വന്തം അപ്പൂസായിരുന്നു. അദ്വൈതം അങ്ങനെ വലിയൊരു വൻ വിജയമല്ലായിരുന്നു. പക്ഷെ ജയറാമിൻ്റെ ഒരു നല്ലൊരു സിനിമ കിട്ടി ജയറാമിന്. പിന്നെ ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന സിനിമ, അത് PG വിശ്വംഭര സംവിധാനം ചെയ്ത് ബെന്നി പി നായരമ്പലം എഴുതിയ ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ബെന്നി പി നായരമ്പലത്തിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്. നല്ല രസമുള്ള സിനിമയാണ്. അതിൽ ജയറാമും ജഗദീഷും ശരിക്കും ഒരു 2 നായകന്മാരെന്ന് പറയാം. കാരണം ജയറാമിനും ഒരു പേരുണ്ട്, ജഗദീഷിനും ഉണ്ട്. എനിക്കൊന്ന് ജഗദീഷിൻ്റെ പേരായിട്ട് അതിന് ഗീതാ വിജയനാണ് വന്നിരിക്കുന്നത്. അത് നല്ല രസമുള്ള സിനിമയാണ്. ഇവർ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന 2 ചെറുപ്പക്കാർ. ഇവർ പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് വേഷം മാറി ജയറാം അതിൽ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നതും ഋഷഭാവയ്ക്കാണ് വില്ലൻ. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ നല്ല രസമുള്ള സിനിമകളിൽ ഒരു സിനിമ തന്നെയായിരുന്നു ഫസ്റ്റ് ബെല്ല്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഓടിയ ഒരു സിനിമയും കൂടിയായിരുന്നു അത്. എനിക്കൊണ്ട് അവിടെ നിന്നാണ് ബെന്നി പി നായരമ്പലം ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത്.
പിന്നെ ഏഴര പൊന്നാന എന്ന് പറയുന്നത് തുളസിദാസിന്റെ ഒരു സിനിമ. അതിലും ഈ പറഞ്ഞ പോലെ ജയറാം തന്നെയാണ് നായകൻ. പിന്നെ സിദ്ദിഖ് ഉണ്ട്, സായികുമാർ നല്ലൊരു കഥാപാത്രമാണ്. അതൊരു ഈ പറഞ്ഞ ഒരു ആൾമാറാട്ട കഥ അതിലൊക്കെ പെട്ടിട്ടുള്ള സായികുമാറിന്റെ ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രമാണെന്ന് പറഞ്ഞ് ജയറാം വരുന്നതും അങ്ങനെയൊക്കെ ഞാൻ കുറെ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ആ സിനിമ അന്ന് വിജയമല്ലായിരുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതൊരു ഫ്ലോപ്പാണോ അതൊരു ആവറേജ് ആണോ എന്നൊരു സൂപ്പർ ഹിറ്റ് അല്ല ആ സിനിമ. പിന്നെ ആയുഷ്കാലം അതൊരു വിജയ സിനിമയാണ്. കമലിന്റെ സിനിമ ആയുഷ്കാലം എല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ കഥയിലേക്ക് കിടക്കുന്നില്ല. ജയറാമും മുകേഷും രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ് ആ ഒരു സിനിമയിൽ. സായികുമാർ വില്ലനായിട്ട്, സായികുമാർ അതുവരെ നായകനൊക്കെ ആയിട്ടാണ് കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. സായികുമാറിന്റെ ഒരു വില്ലൻ വേഷത്തിന്റെ തുടക്കം ആയുഷ്കാലം. സായികുമാർ തന്നെ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതുവരെ നായകൻ അല്ലെങ്കിൽ മൾട്ടി സ്റ്റാർ, പക്ഷെ അവിടെ നിന്ന് ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു പക്ക വില്ലൻ, നെഗറ്റീവ് ടച്ച് എന്നല്ല, ശരിക്കും ഒരു പക്ക വില്ലനായിട്ട് അഭിനയിക്കുന്നത് ആയുഷ്കാലം എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. അത് വിജയിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ആയുഷ്കാലം. പിന്നെ അയലത്ത് അദ്ദേഹം 91 കടിഞ്ഞൂൽ കല്യാണത്തിൽ തുടങ്ങിയ ആ കൂട്ടുകെട്ട്, രാജസേനയായിട്ടുള്ള കൂട്ടുകെട്ട്, രണ്ടാമത്തെ സിനിമ കടിഞ്ഞൂൽ കല്യാണം രഘുനാഥ് പല്ലേരിയായിരുന്നു. ഇത് എഴുതിയത് ശശിധരൻ ആറാട്ട് വഴിയാണ്. പിന്നീട് ഒരുപാട് ഹിറ്റ് സിനിമകൾ ജയറാമിന്റെ രാജസേനയൊക്കെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ഒരു സിനിമ വിജയിച്ച ഒരു സിനിമ തന്നെയായിരുന്നു അയലത്തെ അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സിനിമകൾ എനിക്ക് തോന്നുന്നു ജയറാമിന്റെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് ആയുഷ്കാലവും അയലത്തെ അദ്ദേഹമാണ്. ഇതിൽ സോളോ ഹീറോ പറയുകയാണെങ്കിൽ ശരിക്കും ഇതിൽ ഊട്ടിപ്പട്ടണത്തിൽ സിദ്ദിഖ് ഉണ്ട്, മൈഡിയർ മുത്തശ്ശനിൽ ജയറാം അല്ല നായകൻ, അദ്വൈതത്തിൽ മോഹൻലാലാണ് നായകൻ, ജയറാം ഒരു സെക്കൻഡ് ഹീറോ ആണ്, ഫസ്റ്റ് ബെല്ലിൽ ജയറാം ഹീറോ ആണ്, ഒപ്പം ജഗദീഷും ഉണ്ട്. ശരിക്കും ഏഴര പൊന്നാന ജയറാമാണ് നായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഈ പറഞ്ഞാൽ അതും ഒരു മൾട്ടി സ്റ്റാർ ആണ്. സിദ്ദിഖും സായികുമാറും ഒക്കെ ഈക്വൽ ഇമ്പോർട്ടൻസിൽ ആ സിനിമകളിലുണ്ട്. സായികുമാറൊക്കെ ഒരു ക്ലൈമാക്സിൽ വരുമ്പോൾ തന്നെ സായികുമാറിന് വലിയൊരു പ്രാധാന്യമുണ്ട് ആ സിനിമയിൽ. പിന്നെ ആയിലത്ത് അദ്ദേഹം ശരിക്കും അത് സിദ്ദിഖ് ഒരു നെഗറ്റീവ് ടച്ചാണ് പറയുന്നത്, പക്ഷെ നായകൻ ജയറാം തന്നെയാണ്. പിന്നെ ആയുഷ്കാലം, അപ്പൊ എനിക്ക് തോന്നുന്നു അയലത്ത് അദ്ദേഹം ആയുഷ്കാലം തന്നെയാണ് ആ വർഷത്തെ ജയറാമിന്റെ സിനിമ. ഇതിൽ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ എല്ലാവരും ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടെന്നല്ല, ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അയലത്ത് അദ്ദേഹം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. വേറെ സിനിമകളൊന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ബാക്കി എല്ലാ സിനിമയും ആ സമയത്ത് കാസറ്റ് ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ പിന്നെ കേബിൾ ടി വിയിലൊക്കെ വന്നിട്ടൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ഇതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് പടം എന്ന് പറഞ്ഞാൽ അയലത്ത് അദ്ദേഹവും, ആയുഷ്കാലവും, അദ്വൈതം, മൈഡിയർ മുത്തശ്ശൻ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബെൽ, എല്ലാം നല്ല സിനിമയാണ്. ഇതിൽ ഏഴപ്പൊന്നാന മാത്രമാണ് ഞാൻ അധികം കാണാത്ത സിനിമ. ബാക്കി എല്ലാ സിനിമകളും പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. 92 എന്ന് പറയുന്ന ഈ ഒരു വർഷം ഞാൻ ഇനി ഏതെങ്കിലും സിനിമകൾ മിസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതും നമുക്ക് കമന്റ് ചെയ്യുക.